ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും കാണാൻ കഴിയും. അതിൽ ചിലത് നമുക്ക് അതിശയകരവും ചിലത് അസാധാരണവുമായി തോന്നാവുന്നതുമാണ്. എത്യോപ്യയിലെ തെക്കൻ ഭാഗത്ത് താമസിക്കുന്ന മുർസി ഗോത്രം അത്തരം അസാധാരണമായ ഒരു സമൂഹമാണ്. സൗന്ദര്യത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ചുണ്ടിൽ കളിമൺ പ്ലേറ്റുകൾ ധരിക്കുന്ന ആചാരം ലോകത്തിന് വിചിത്രമായി തോന്നാമെങ്കിലും അത് അവർക്കൊരു അഭിമാനവും വ്യക്തിത്വത്തിന്റെ പ്രതീകവുമാണ്. മുർസി സമൂഹത്തിലെ സ്ത്രീകൾക്ക് ലിപ് പ്ലേറ്റ് ഒരു അലങ്കാര വസ്തു മാത്രമല്ല, അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനം, ആത്മാഭിമാനം, ധൈര്യം, ശക്തി എന്നിവയെല്ലാം പ്രതിഫലിക്കുന്ന ഒരു ഉദാഹരണമാണ്. പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അവരുടെ കീഴ്ചുണ്ടിൽ ചെറിയൊരു മുറിവുണ്ടാക്കി അതിലൂടെ ചെറിയൊരു കളിമൺ പ്ലേറ്റ് തിരുകുകയാണ് പതിവ്. പിന്നീട് അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. ഇതോടെ ചുണ്ടിന്റെ വലിപ്പവും പ്ലേറ്റിന്റെ വലിപ്പവും കൂടി സ്ത്രീകളെ സുന്ദരികൾ എന്ന് കണക്കാക്കപ്പെടുന്നു. സ്ത്രീകൾ വലിയ പ്ലേറ്റുകൾ ധരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും സാമ്പത്തിക വരുമാനം നേടുകയുമാണ് ചെയ്യുന്നത്. പുറം ലോകവുമായി ബന്ധപ്പെടാതെ തന്നെ ഈ ഗോത്രവർഗ്ഗക്കാർ അവരുടെ പാരമ്പര്യവും ജീവിത രീതികളും സംരക്ഷിക്കുന്നു. കൃഷിയും മൃഗസംരക്ഷണവുമാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. അവരുടെ സമ്പത്തിന്റെ പ്രതീകമായി അവർ പശുക്കളെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. ഒരു കുടുംബത്തിലെ പശുക്കളുടെ എണ്ണമാണ് അവരുടെ സാമൂഹിക പദവി നിർണ്ണയിക്കുന്നത്. വിവാഹ സമയത്ത് വധുവിന് സ്ത്രീധനമായി പശുക്കളെ നൽകുന്നതും പുരാതനമായ ഒരു ആചാരമാണ്. മുർസി ജനതയുടെ ജീവിതശൈലിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് സംസ്കാരം ഓരോ സമൂഹത്തിനും എത്ര വിലപ്പെട്ടതാണെന്നാണ്. ആധുനികതയുടെ പേരിൽ പലരും പരമ്പരാഗത ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ടുപോകുമ്പോൾ മുർസി ഗോത്രവർഗം ഇന്നും അവരുടെ തനിമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അതേസമയം ആധുനിക ലോകത്തിൻ്റെ സ്വാധീനം അവരെ മുഴുവനായും വിട്ടുമാറിയിട്ടില്ല. വിനോദസഞ്ചാരികൾ അവരുടെ ജീവിതം കാണാനും ചിത്രീകരിക്കാനും എത്തുന്നു. പലപ്പോഴും അവരുടെ ലിപ് പ്ലേറ്റ് സംസ്കാരം വിനോദസഞ്ചാരികളുടെ കൗതുകത്തിൻ്റെയും ഫോട്ടോഗ്രാഫിയുടെയും ഭാഗമായി മാറുന്നു. അതുവഴി മുർസി സ്ത്രീകൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവരുടെ സംസ്കാരം വിനോദത്തിനും വിനോദസഞ്ചാര വ്യവസായത്തിനുമുള്ള ഉപകരണമാകുന്നു എന്ന വിമർശനം ഉയരുന്നു. എങ്കിലും ഒരു കാര്യത്തിൽ സംശയമില്ല, മുർസി ഗോത്രം ലോകത്തിന് വ്യത്യസ്തമായൊരു സൗന്ദര്യ ദർശനം മുന്നോട്ട് വച്ചിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ സൗന്ദര്യം മുഖത്തിൻ്റെ ശോഭയോ ശരീരത്തിൻ്റെ സൗന്ദര്യമോ ആയിരിക്കുമ്പോൾ മുർസികളുടെ ലോകത്ത് അത് ധൈര്യത്തോടും സഹനശക്തിയോടും ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. ഇവരുടെ മതവിശ്വാസവും അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആനിമിസം മതത്തിലാണ് അവർ വിശ്വാസം പുലർത്തുന്നത്. മുർസി ഗോത്രത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വൈവിധ്യത്തെ ബഹുമാനിക്കണം എന്ന മഹത്തായ സത്യമാണ്. ഒരാൾക്ക് വിചിത്രമോ അസാധാരണമോ തോന്നുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അത്ര തന്നെ അഭിമാനകരമായ ജീവിതത്തിൻ്റെ ഭാഗമായി തോന്നാമെന്ന് മുർസി ഗോത്രത്തിൻ്റെ കഥ തെളിയിക്കുന്നു. ഇന്നത്തെ കാലത്ത് ലോകം ആഗോളവൽക്കരണത്തിൻ്റെ വഴിയിലൂടെ ഒരേപോലെയാകാൻ തുടങ്ങിയിരിക്കുമ്പോൾ മുർസി ഗോത്രം പോലുള്ളവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വൈവിധ്യമാണ് ലോകത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. അവരുടെ ലിപ് പ്ലേറ്റുകൾ വെറും കളിമണ്ണുകൊണ്ടുള്ള വൃത്തങ്ങളല്ല, അത് അവരുടെ ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് മുർസി ജനതയുടെ ജീവിതവും സൗന്ദര്യത്തോടുള്ള അവരുടെ കാഴ്ചപ്പാടും മനുഷ്യരാശിക്ക് വലിയൊരു പാഠമായി മാറുന്നത്. അവരുടെ കഥ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: സൗന്ദര്യം ഒരിക്കലും ഒരു രീതിയിലും നിർവചിക്കാനാവില്ല. അത് സംസ്കാരത്തെയും ചരിത്രത്തെയും അനുഭവങ്ങളെയും ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത്.